വയനാട്ടിലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമുക്ക് പോകാനുള്ള ബസ്സുകളാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ബസ്സിൽ പോകുന്നതിന് ഒരാൾക്ക് 300 രൂപയാണ് ചാർജ്. രാവിലെ 7 മണിക്ക് മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയുമാണ് എൻട്രി ടൈം. ഞങ്ങൾ രാവിലെ ടൈമിലാണ് മുത്തങ്ങ ഫോറസ്റ്റ് കാണാൻ പോയത്. ബത്തേരിയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരമാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ളത്. ഇത് ബത്തേരി മൈസൂർ ബാംഗ്ലൂർ മെയിൻ റോഡാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര പുറപ്പെട്ടു. ആദ്യമായി കാണുന്നത് കുറച്ച് മാനുകളെയാണ്. രാവിലെ നേരം ആയതുകൊണ്ട് മൃഗങ്ങളെയൊന്നും അങ്ങനെ കാണാൻ സാധിച്ചില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ഏകദേശം ഒരു 2-3 മണിക്കൂർ കാട്ടിലൂടെ സഞ്ചരിച്ചു. ഇടയ്ക്ക് കുറച്ച് മാനുകളെയും കുരങ്ങുകളെയും കണ്ടതല്ലാതെ കാര്യമായിട്ടുള്ള മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. എന്നാലും ഫോറസ്റ്റിലൂടെയുള്ള യാത്ര രസകരമായിരുന്നു. ഈ മാനുകളൊക്കെ സ്ഥിരം വണ്ടികളും യാത്രക്കാരെയും കാണുന്നതുകൊണ്ട് അവർക്കിതൊരു കൗതുകമുള്ള കാര്യമല്ല. വണ്ടികളും ആൾക്കാരെയും കണ്ടാലും അവർ സാധാരണ പോലെ ഇന്ന് പുല്ല് മേയുന്നു. ഒരു 10-20 എണ്ണം മാൻകൂട്ടം പുല്ല് മേഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നീടും കുറേ ദൂരം യാത്ര ചെയ്തു. വീണ്ടും ഒരു മാൻകൂട്ടത്തെ കണ്ടു. വേറെ മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. കാട്ടിലൂടെ നിരവധി വഴികളുണ്ട്. ഇതിലൂടെയെല്ലാം ബസ്സുകൾ വേറെയും ഓടുന്നുണ്ട്. വീണ്ടും ഒരു മാൻകൂട്ടത്തെ തന്നെ പിന്നെയും കണ്ടു. മാൻകൂട്ടം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ ഫോറസ്റ്റിൽ. ഡ്രൈവർ പ്രത്യേകം പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിലേ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നോട് എഴുതി വച്ചിട്ടുണ്ട്, ഇതൊരു സൂ അല്ല, ഒരു ഓപ്പണായിട്ടുള്ള ഫോറസ്റ്റാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇല്ലാത്ത പക്ഷം നിരാശയായിരിക്കും ഫലം. ഈ മൃഗങ്ങളെയൊന്നും കണ്ടില്ലെങ്കിലും കാട്ടിലൂടെയുള്ള യാത്ര വളരെ രസകരമായിട്ടുള്ള യാത്രയാണ്. മാനുകളെ തന്നെ കണ്ട് എല്ലാവർക്കും ബോറടിച്ചു. മാനല്ലാതെ വേറെ മൃഗങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. ഡ്രൈവർ കാടിൻ്റെ പല ഭാഗങ്ങളിലൂടെ വണ്ടി ഓടിച്ചു. നിർഭാഗ്യവശാൽ ഒറ്റ മൃഗങ്ങളെ പോലും കാണാൻ സാധിച്ചില്ല. ഇടയ്ക്ക് മരത്തിൻ്റെ മുകളിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ ദൂരെയായിരുന്നു, ശരിക്കും കാണാൻ സാധിച്ചില്ല. സാധാരണ മയിലുകളൊക്കെ കാണുന്നതാണ്. അങ്ങനെ പോരുമ്പോഴാണിതാ ഒരു ആനക്കൂട്ടം. അതിൻ്റെ പുറകുവശമാണ് കാണുന്നത്. ആനക്കൂട്ടം പുല്ലുമേഞ്ഞ് നടന്ന് പോവുകയാണ്. അങ്ങനെ മാനുകളെ കണ്ട് പിന്നെ ആനയും കാണാൻ സാധിച്ചു. അങ്ങനെ ഫോറസ്റ്റിലൊന്നും ആനക്കൂട്ടത്തെ കാണാതെ നിരാശരായി ഞങ്ങൾ മൈസൂർ ബാംഗ്ലൂർ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. മെയിൻ റോഡ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതാ
പിന്നെ ആനക്കൂട്ടം. വണ്ടികൾ ചീറിപ്പായുന്ന റോഡ് സൈഡിലായിട്ട് നിൽക്കുന്നു. ഇത് പൈസ മുടക്കാതെ എല്ലാവർക്കും കാണാവുന്ന കാഴ്ചയാണ്. റോഡ് സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് വാഹനങ്ങളിൽ നിന്ന് കാണുന്ന ആനക്കൂട്ടത്തിൻ്റെ കാഴ്ച. ഇത് മെയിൻ റോഡ് സൈഡാണ്. ആനകൾ കൂസലില്ലാതെ നടന്നു പോകുന്നു. അങ്ങനെ മെയിൻ റോഡിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇടതുവശത്തായിട്ട് വീണ്ടും ഒരു കൊമ്പനാന വളരെ അടുത്തായിട്ട് നിൽക്കുന്നു. ഞങ്ങളുടെ വണ്ടി നിർത്തി കൊടുത്തു. കൊമ്പൻ മെല്ലെ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഒരു വലിയ ആനയായിരുന്നത്. അതും ഇതിലൂടെ പോകുന്ന എല്ലാ വണ്ടിക്കാർക്കും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. പൈസ മുടക്കാതെ കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ച. ഒരു വലിയ കൊമ്പൻ റോഡ് മുറിച്ച് കടക്കാൻ പോകുന്നു. മുത്തങ്ങ ഫോറസ്റ്റിൽ കണ്ടതിനേക്കാൾ കാഴ്ച നമുക്ക് റോഡിലൂടെ കാണാൻ സാധിച്ചു. വാഹനങ്ങൾ രണ്ട് സൈഡായി നിർത്തി കൊടുത്തിട്ടുണ്ട് ഈ കൊമ്പന് കടന്നു പോകാൻ വേണ്ടി. അങ്ങനെ കൊമ്പനത കാട്ടിലേക്ക് പിന്നെയും കയറി മെല്ലെ മെല്ലെ നടന്നു പോകുന്നു. അതോടെ മുത്തങ്ങ കാഴ്ചകൾ സമാപിച്ചു. താങ്ക് യു.